ഓ നേരെ ഒന്ന് ശരിക്കും വെളുത്തോട്ടന്റെ ഇസ്മയിലേക്കാ. എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു കുടി. മദ്യപാനമാണടാ മനസ്സിനൊരാനന്ദം. അത് തുള്ളി തുള്ളി അകത്ത് ചെന്നാൽ സ്വർഗലോകമാണടാ സ്വർഗലോകമാണടാ. കള്ളുകുടിച്ച് മയ്യത്തായി ഇങ്ങനെ തുള്ളി തുള്ളി അങ്ങോട്ട് ചെന്നാലേ പടച്ചോൻ സ്വർഗത്തിലോട്ട് കയറ്റും ഇസ്മയിലേക്ക. ഹലോ വാ വാ പിള്ള സാറ് എന്നെ എന്തേ അവർക്കാര് മൈക്ക് പെർമിഷൻ കൊടുത്തത്? ഓ ഞാനല്ലേ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇന്നത്തേക്ക് മൈക്ക് പെർമിഷൻ തന്നത്. പിന്നെ എങ്ങനെ അതേ സമയത്ത് ഇതേ അങ്ങാടിയിൽ അവരുടെ മീറ്റിംഗ് നടത്തും? വാ വാ ഞാൻ നല്ല ഇരിക്കട്ടെ. അതിനിപ്പോ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. മറ്റവർക്ക് മൈക്ക് പെർമിഷൻ കൊടുത്ത നമ്മളാ. നിന്റെ കൂടി ആര് പറഞ്ഞു കൊടുക്കാൻ? എന്റെ കൂടി ആരും പറയില്ല. വേണ്ട സാർ പിടിക്കടോ. അതെ ഓസിന് പോണ പോലീസുകാരൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിന് കിട്ടില്ല മോനെ. അപ്പൊ ഇന്ന് വൈകുന്നേരം അങ്ങാടിയിൽ ഒരേ സമയത്ത് 2 പാർട്ടിക്കാരുടെ പ്രസംഗം. കേട്ടു കേട്ടു. അങ്ങാടിയിൽ 2 കൂട്ടരുടെയും അനൗൺസ്മെന്റ് കേട്ടു. ഹായ് എന്താ രസം. പൂരപ്പറമ്പിൽ ഇറങ്ങിയത് പോലെയല്ലേ. വൈകുന്നേരമായ യുദ്ധക്കളാവും യുദ്ധക്കളം. കുത്തും കൊലയും കൊടൽമാല കൊണ്ട് ഡെക്കറേഷനും നടക്കും. എന്റെ കർത്താവേ, പിരിയാൻ ഇനി 1.5 കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ. അതൊന്ന് ഫാസ്റ്റ് അടിച്ചു തന്നാ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. അതിനെ എറിയാനറിയാവുന്നതിൽ വടി തരൂല്ലോ. എന്നാ പിടിച്ചറാ വടി. ഞാൻ ഈ വടിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ സാറാ തൊപ്പി ഞൂരിത്ത എന്നിട്ടൊരു തോക്ക് കൊടുത്തുക. ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി പട്ടാന്ന് വെടിവെച്ച് പണി ഞാൻ ഒപ്പിച്ചുതരാം. അത് ഞാനെടുത്ത് തരണ. നീ ആ തോക്ക് ഇങ്ങടുത്ത് എന്റെ നടുനിഞ്ച് നോക്കി ചറാപ്പറാന്ന് 4-5 വെടി അങ്ങ് വെക്കടാ. സാർ തോക്കെടുക്കാൻ ഇതെടുത്താ കോട്ടേജ് കൊണ്ടുവച്ചേ. ഓ ഈ 2 ഹെഡ് കോൺസ്റ്റബിൾമാര് കൂടി ഒപ്പിച്ച കുലുമാലിന്ന് എങ്ങനെയാ തടി ഉരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഇന്ന് ഇത്ര കിട്ടിയുള്ളൂ. നീ ഏത് ശവത്തിന്റെ കണ്ണീന്നും മൂക്കീന്നും മാന്തിയതാടാ? അല്ല ഇന്ന് ചന്ത ഹൗസ് ആയതുകൊണ്ട് പിള്ള സാറ് പറഞ്ഞൊരു പിരിവെടുത്തിട്ട്. അതെ നീ ഇവിടുത്തെ ആരാ? അയ്യോ അത് പിന്നെ ചെറിയ സാറിന് അറിഞ്ഞൂടെ? അറിയാം. എടാ ഇവിടെ ചില പോലീസുകാർക്ക് നേരും നെറിവും മനസാക്ഷിയും ഇല്ല. അതിന് അവര് പറഞ്ഞ ന്യായം ഞങ്ങള് പോലീസായി പോയിന്നാ. പോലീസ് അല്ലാത്ത നിനക്കെങ്കിലും ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? ചെല്ലേ ചെല്ലേ. സാറാമേ, എല്ലാ തവണത്തെ തെങ്ങും തൈ പോലെ അല്ല ഇത്. മുറ്റത്ത് വെച്ചാ അപ്പ കായ്ക്കും. അയ്യോ എന്നാ വേഗം കൊണ്ടുപോയി പുറത്തു വയ്ക്ക്. നിങ്ങളുടെ തലയിൽ എന്താ മനുഷ്യ? തൊപ്പി. ആ അതിന്റെ താഴെ എന്താന്നാ ചോദിച്ചത്? പിണ്ണാക്ക്. എന്താ? ഭരണിയിലെ കാര്യം പറഞ്ഞതാ. അതെ കുറച്ചുകൂടെ കഴിയുമ്പോ ഈ തൊപ്പി അവരങ്ങോട്ട് ഊരി മേടിക്കും. പിന്നെ കേറി കിടക്കാൻ കോട്ടേഴ്സ് കാണില്ല. 20 സെന്റ് സ്ഥലമുള്ളത് 25 കിലോമീറ്റർ ദൂരെയാ. കണ്ണി കണ്ട തൈയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കും. അത് വാടി ഉണങ്ങി പോവുകയും ചെയ്യും. ഉത്തമ പെണ്ണ് പ്രായം തകഞ്ഞ് വരികയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യനെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കട്ടാ. എന്ത്? പെണ്ണ് പ്രായം തകഞ്ഞു വന്നു എന്നുള്ളത്. മനുഷ്യ എന്താ? നിന്റെ വീട് പണിയോടം വരെയായി. എന്റെ വീട് പണിയാ? നിങ്ങളുടെ അല്ല ഇവന്റെ. പെയിന്റിങ്ങിന്റെ പണി ഏകദേശം കഴിയാറായി. പിന്നെ വയനാട്ടിൽ നിന്ന് ഒരു കൂപ്പിൽ ഏലത്തിനെടുത്തുണ്ട്. അത് കഴിഞ്ഞോണം മരപ്പണി തുടങ്ങാൻ. AC പണി കഴിഞ്ഞു. പിന്നെ ഫ്ലോറിംഗിന്റെ പണി തുടങ്ങാൻ നല്ല ഇറ്റാലിയൻ മാർബിൾ കിട്ടാനില്ല. ASI ചെറിയാൻ സാറിന് കേറി കിടക്കാൻ വീടില്ല. പിന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചായ കൊണ്ട് കൊടുക്കണം. എന്റെ കാര്യം ഒരു പൊരത്തറ കെട്ടിയിട്ടുണ്ട് ചേച്ചി. അത് തന്നെ വലിയ കാര്യം. അയ്യോ നിന്റെ ഊണ് കഴിഞ്ഞില്ലേ? തുടങ്ങിയിട്ടുള്ളൂ. അമ്മോ എനിക്ക് ഇനി നമുക്ക് വൈകുന്നേരം ഉണ്ണാം. എന്താ ചെയ്യാ, വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണന്നെ ഒരു ഉണ്ണാമൻ. പാത്രം അവിടെ വെച്ചിരിക്ക. പാത്രം കണ്ട അപ്പ വന്നിരിക്കും പിശാശ്. റോസിയ ഇപ്രാവശ്യം 10ാം ക്ലാസ് ആണ്. പത്രത്തിൽ പടം വരുത്തിക്കണം. പടം വരും. ഇവിടെ ഏതെങ്കിലും കോന്തന്റെ കൂടെ ഓടി പോകുമ്പോ പടം വരും. അതൊന്നുമല്ല, അവൾക്ക് ഇപ്രാവശ്യം റാങ്ക അല്ലടി. എന്താ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ഇതിന്റെ അല്ലേ വിത്ത്? അതൊന്നുമല്ല, ഇപ്രാവശ്യം അവൾ അപ്പച്ചനെ ഞെട്ടിക്കും. എന്ത് കുമ്പളം കുത്തിട്ട? ആ എന്താ കൊച്ചന്തോണി ചേട്ടാ? ചെറിയാൻ കുഞ്ഞെ, എന്റെ മോൾക്ക് എന്ത് പറ്റി? പുലിമുറ്റത്ത് ജോലിക്ക് വന്നിരുന്നതാ, കാണാനില്ല 3-4 ദിവസമായിട്ട്. പ്രായം ചെന്ന പെൺകുട്ടികളെ വീട്ടു ജോലിക്ക് അയക്കാൻ പറ്റിയ സ്ഥലം പുലിമുറ്റത്ത്. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? പുലിമുറ്റത്തുനിന്ന് വീട്ടിലേക്കെന്നും പറഞ്ഞു പോന്നു എന്ന് അലക്സി കുഞ്ഞ് പറയുന്നേ. എന്റെ മോള്. നിങ്ങൾ ഇന്ന് ഇവിടെ പൊട്ടി മുളച്ചു വന്നല്ലോ. സണ്ണി മലക്സിയുള്ള വീട്ടിലേക്ക് കൊച്ചിനെ പറഞ്ഞയക്കാൻ. ഇതിലും ഭേദേ ആ വടക്കമ്മയിലേക്ക് പറഞ്ഞയക്കായിരുന്നു. മേലുദ്യോഗസ്ഥനെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടാ. അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ വിചാരിക്കില്ല കേട്ടാ. കാണാതായ പെണ്ണ് കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും.
പുലിമുറ്റത്ത് ജ്വാലിക്ക് ചെയ്യുന്ന പെണ്ണാണെന്ന് ഓർമ്മ വേണം. പുലിവാലി പിടിക്കാൻ വേറെ ഒന്നും വേണ്ട. പിന്നെ എടോ പിള്ളേ, ഈ പുലിമുറ്റത്തെ എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്കൊക്കെ മുട്ടുവിറക്കുന്നുണ്ടെങ്കിലേ ആ കുടുംബത്തിൽപ്പെട്ട ഒരാള് തന്നെയാണ് ഞാനും. അറിയാലോ, ഈ സണ്ണിയുടെയും അലക്സിയുടെയും അപ്പന്റെ അനിയന്റെ മകൻ എന്ന് വെച്ചാ അവർക്ക് ഞാൻ കൊച്ചച്ഛൻ. ഈ ചെറിയാൻ അല്ല, ഞാൻ പറഞ്ഞു. മിണ്ടരുത്. ആ പാവം കൊച്ചന്തോണിച്ചേട്ടൻ വന്ന് സങ്കടം പറയുമ്പോ പള്ളി പോയി പറയണോ? ഈ സ്റ്റേഷന്റെ ചാർജുള്ള ASI ഞാൻ. പറയണോ? ഈ സ്റ്റേഷന്റെ ചാർജുള്ള ASI ഞാൻ. മോള് കണ്ടവന്റെ കൂടെ ചാടിപ്പോയന് കുടുംബത്തെ പറഞ്ഞവരുടെ പേരിൽ പരാതി കൊടുക്കും അല്ലടാ. നിന്റെ മോളിനി വരില്ല. നീ ഒന്ന് ചെന്ന് കണ്ടുപിടിക്കണം. അവന്റെ ഒരു പരാതി തൂക്കിയെടുത്ത് വണ്ടി കയറടാ. ഇങ്ങോട്ട് കേറ വണ്ടിയില്. ആരാ അന്തോണിക്ക് കൂട്ടുവരാനുള്ളത്? പറ. എല്ലാം നീ കൊണ്ടേക്കൊള്ളാം. ആ ലക്ഷ്യയോടാ കളി. അവൻ ഫോണ് താനിവിടെ ഒരു കടലാസ് കഷ്ണം എഴുതി കൊടുത്തു വെച്ച് അലക്സിയുടെ ഒരു രോമത്തിനെ പോലെ ആരും തൊടുന്നു പേടിച്ചിട്ടല്ല. ഈ പോലീസ് സ്റ്റേഷനിൽ പുലിമുറ്റത്ത് അലക്സിയെ കുറിച്ചൊരു പരാതിയോ ഇടിച്ചു എന്റെ കരളി ഞാൻ തുപ്പിക്കും. ഇയാൾ വന്ന് പരാതി എടുക്ക്. അതങ്ങ് കേറി കളയടോ. തന്റെ മോള് വീട്ടിൽ താനുമായി പ്രശ്നമുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിന്ന് ഈ കടലാസിൽ വൃത്തിയായിട്ട് എഴുതി കൊടുക്ക്. പിടിക്കണോ പിടിക്കണോ? സാറന്മാരെ, എന്റെ മോളെ ഈ കൊച്ചൻ എന്തോ അപകടപ്പെടുത്തിയതാ. ഇസ്മയിലെ, ഇതെഴുതി ഈ തെണ്ടിയെ കൊണ്ട് ഒപ്പിടിപ്പിക്ക്. ഉത്തമ, ഈ പറഞ്ഞതൊന്നും എഴുതിയ മോനെ. എന്തേ വയ്യേ? നാട്ടുകാർക്ക് പരാതി എഴുതി കൊടുത്തും വക്കാലത്ത് പറഞ്ഞും തെക്ക് വടക്ക് നടക്കുന്ന നിന്നെ കൊണ്ടും വയ്യേ? ഉത്തമ, മോനെ, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പോറ്റി വളർത്തിയ പൊന്നു മോളാ. കുഞ്ഞിന്റെ പെറ്റമ്മയെ ഓർത്ത് ഇത് ചെയ്യരുത്. സർവ ഞാഞ്ഞോളിലും വിഷം വെച്ച് തുടങ്ങിയിരിക്കുന്നു. അശോക, അതിന് പാവപ്പെട്ട പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. കാശും കഴിവും രാഷ്ട്രീയ സ്വാധീനവും ഗുണ്ടാ സംഘവും ഒക്കെ ഉള്ളവരല്ലേ ഈ പുലിമറ്റത്തുകാരെ. കൊച്ചന്തോണിച്ചേട്ടന്റെ കണ്ണീര് വീണ സത്യം പറയാലോ, കൂട്ടു നിന്നവരൊക്കെ മുടിഞ്ഞു പോകത്തുള്ളൂ. വീരാനക്ക മോളിലിരിക്കണം ദൈവം തമ്പുരാനെ കണ്ണില്ലായിരിക്കുവോ ഈ അലക്സിയൊക്കെ ഇങ്ങനെ കയറൂരി വിടാൻ? അല്ലോ, പടച്ച തമ്പുരാനേക്കാളും കരുത്തുള്ളവനാ അവന്റെ ഏട്ടൻ സണ്ണി. അനിയൻ എന്ത് തോന്നിയാസം കാണിച്ചാലും ഏട്ടനത് അന്തസ്സാ. വീരാനെ, അല്ല ദേ കൊച്ചന്തോണിച്ചേട്ടന്റെ മോളുടെ ശവം പുല്ലൂരാൻ ചോലയില് കണ്ടൂന്ന്. എന്റെ റോസിമോളുടെ പ്രായം ഉണ്ടാവും. തീർന്നു. ഒരു പട്ടി ചത്ത വില പോലും ഇല്ല. ഇന്ന് എന്താ ഓട്ടോറിക്ഷയിൽ ഒരു എഴുന്നള്ളിപ്പ്? അതിനും ഒരു സംഖ്യ മുടിപ്പിക്കോ? പോലീസുകാരുടെ പിള്ളേർക്ക് എന്തിനാ സാറേ കാശ്? രാവിലെ ബസ്സിൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ അവർക്കൊരാഗ്രഹം വൈകുന്നേരം ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോരണമെന്ന്. ഞാൻ ആ ജോസിന്റെ വണ്ടിയുടെ ചാവി ഇങ്ങോട്ട് വാങ്ങി. തരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവന്റെ പേരിൽ പെറ്റി കേസ് 3. പിള്ളേരും ഹാപ്പി. അപ്പൊ നീയും ഹാപ്പി ആയിക്കോ. തന്നെ സാറേ വിശേഷം? ഇന്ന് ശമ്പള ദിവസല്ലേ? ഞാൻ ആ ബാക്കി പിരിവ് കൂടി നടത്തട്ടെ. ആ സാറന്മാരെ, മാസം 1-ാം തീയതിയാണ് ആ പിരിവുകളൊക്കെ ഇനി കിട്ടിയിരുന്നെങ്കിൽ. നീ നാളെ എന്റെ 100 രൂപ വെച്ചിട്ട് എന്ത് ചെയ്ത്? എന്റെ പിള്ള സാറേ, നമ്മള് തമ്മിലൊരു പിടിവലി എന്നാത്തിനാ? എന്താ ഇത്?
ഉത്തമോ ഓ മാസം തികയുമ്പോ അനക്ക് കൊള്ളാം. എന്നാ സാറേ ഞാൻ പെറുവോ? ഇവിടത്തെ പിരിവ് പോരാഞ്ഞ് ക്വാർട്ടേഴ്സിലത് വേറെ. ഈ പോലീസ് സ്റ്റേഷനിലെ പണിയൊക്കെ ആരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും സാറേ? ഇവിടത്തെ പണി പോരാഞ്ഞിട്ട് ക്വാർട്ടേഴ്സിലെ പണി, പിന്നെ നാട്ടിലെ പണി, ഇവിടത്തെ ജീപ്പ് ഓടിക്കണം, പാസ്പോർട്ട് എൻക്വയറിക്ക് പോകണം, പ്രതികളെയും കൊണ്ട് കോടതിയിൽ പോകണം. ഇനി ഏതെങ്കിലും പ്രതികളെ കിട്ടാതെ വന്ന പകരം ഞാൻ ഇതിനകത്ത് കയറി കിടക്കണ്ടേ സാറേ? ഓ അതിനിപ്പോ നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കേണ്ടി വന്നിട്ടില്ല, ട്രെയിനിങ്ങും അതിന്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ട്രാൻസ്ഫറേ ഇല്ല. റിട്ടയർമെന്റും ഇല്ല സാറേ. സാറൊക്കെ ഒരു 55 കഴിയുമ്പോ തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോയിരിക്കണ്ടേ? ഉത്തമം മരിക്കുന്നവരെ പോലീസാ. നീ താണ്ടാ പോലീസ്. അതെ സാർ, ആയുഷ്കാല പോലീസ്. ആ. സാറേ ഒരു സംശയം കുറെ ദിവസമായിട്ട് ചോദിക്കണം വിചാരിച്ചിരിക്കുക. എന്തൊരു സാറിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ ഐജിക്ക് കണ്ണില്ലായിരുന്നല്ലേ? ആ? അല്ല ഈ നീളത്തിലോരത്തിന് പോലീസിനെ എടുത്തോണ്ട് ചോദിച്ചാ എടോ അവനെ കണ്ടു പഠിക്കണം. ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടന്ന് മഞ്ചാടിക്കുന്നിന്റെ നിറയില് 5 സെന്റ് മണ്ണും അതിലൊരു പുരത്തറയും അവൻ സ്വന്തമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. കാത്തിരിക്കാൻ മഞ്ചാടിക്കുരു പോലൊരു പെൺകുട്ടി. മുടി രണ്ടായി പിന്നിയിട്ടിരിക്കുന്നു, കയ്യിൽ 2 കറുത്ത വള, മഞ്ഞ ബ്ലൗസ്, മഞ്ഞ പുള്ളിപ്പാവാട, ഇത് മൊത്തത്തിൽ ഇട്ടിരിക്കുന്ന ഒരു കൊരങ്ങച്ചി. എന്റെ പാവാടയുടെ കളർ എങ്ങനെ മനസ്സിലായി? അതിന് നിനക്ക് ആകെ കൂടി 2 പാവാടയിലേ ഉള്ളൂ. അതിലൊന്നാ പാറപ്പുറത്ത് ഉണക്കിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടതാ. പിന്നെ നീ ഇതല്ലേ ഇടൂ. നാട്ടുകാരിട്ട പേര് ശരിയാ, തെക്ക് വടക്കുന്ന്. പോയ വഴിയല്ലേ, പിന്നെ മഷിയിട്ട് നോക്കിയാലും കാണില്ല. എനിക്കേ അങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയും. എന്നാ പിന്നെ എന്നും അങ്ങോട്ടേക്ക് ഇറങ്ങിക്കൂടെ? ആ വാട്ടർ ടാങ്കിന്റെ മൂട്ടിൽ ഞാൻ രാത്രി ഒറ്റയ്ക്ക് കിടക്കണ്ടല്ലോ. അതെന്താ? ഇത് ഒരു 10-20 പവന്റെ ആഭരണവും ഒരു കാഞ്ചീപുരം പട്ടുസാരിയുമാ. ഒരു രസത്തിന് വാങ്ങിയതാ. കാണട്ടെ. എനിക്കവിടെ പോലീസ് സ്റ്റേഷനിൽ നോട്ടടിക്കലാണല്ലോ ജോലി. നിനക്കൊരു പാവാടയ്ക്ക് തുണി വാങ്ങിയതാ, നിന്റെ കയ്യിലില്ലാത്ത കളറാ. ദാ ഒരു തറ അവിടെ കെട്ടി പകുതിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഇല്ലാത്ത കളർ ഒപ്പിക്കണ നേരം കൊണ്ട് 10 കല്ല് വാങ്ങിയാൽ അതായി. ഓ തുടങ്ങി കാര്യം പറച്ചില്. കാപ്പി പറയട്ടമ്മേ, അത് കേൾക്കുമ്പോഴാ കാശ് മുതലാവുന്നത്. ഉണ്ണാനും കൊടുക്കാനും ഇല്ലെങ്കിലും വേണ്ടില്ല, കൂരപ്പുരയാണേലും ആ വീടിന്റെ പണി തീരണം. അശോകേട്ടനോട് അവകാശമുള്ള ഈ വീട്ടിൽ കഴിയുന്ന ഓരോ ദിവസവും തീയാണുള്ളില്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ ഇവള് പറഞ്ഞതുപോലെ കെട്ടിമറച്ചതായാലും ഓലപ്പുരയായാലും വീട് പണി തീർക്കണം. എന്നിട്ടൊരു താലിച്ചേട്ട് കഴുത്തെ കെട്ടി ഇവളെയും കൊണ്ട് അങ്ങോട്ട് കയറുക. ആ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളു മോനെ അമ്മയ്ക്ക്. കിട്ടിയ കാശിന്ന് അനാവശ്യമായിട്ട് 1 രൂപ പോലും ഉത്തമേട്ടൻ ചെലവാക്കിയിട്ടില്ല. പിന്നെ ഇത് നിന്നെ ഇത്തിരി നിറത്തിലും ഭംഗിയിലൊക്കെ കാണണ്ടേ ഉത്തമേട്ടന്? ഈ ഭൂമിയിൽ സ്വന്തമെന്നും ബന്ധമെന്നൊക്കെ പറയാൻ എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. കൊതി തീരുവോളം സ്നേഹിക്കാനും കണ്ണു നിറച്ച് കാണാനും ഒക്കെ. ഈ നാമൊന്ന് നമുക്കൊന്ന് ആ പരിപാടിയൊന്നും നമ്മുടെ ജീവിതത്തിൽ പറ്റില്ല കേട്ടോ. വീട് നിറച്ച് മക്കള് വേണം. ചറുപറു ഒരു 5-8-10 മക്കള്. അത്രയും വേണോ? ആ അത്രയും വേണം. ഈ തന്തയുടെ മക്കളല്ലേ, അധികം വേണ്ടി വരൂല. എന്റെ മക്കളുടെ എണ്ണം കുറച്ചാണ്ടല്ലോ. ആയിക്കോട്ടെപ്പാ, 5ഓ 10ഓ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. ആ കൂടപ്പറപ്പുകൾ വേണം. നാളൊരു കാലത്ത് നമ്മളില്ലാണ്ടായാലും നമ്മുടെ മക്കൾ ഒറ്റയ്ക്കാവരുത്, എന്നെ പോലെ. ഒറ്റയ്ക്കോ? എന്റെ ഉത്തമേട്ടൻ ഒറ്റയ്ക്കല്ലല്ലോ. ഇപ്പല്ല, മനസ്സ് നിറച്ചും ജീവിതം നിറച്ചും ഇപ്പൊ നീ മാത്രമേ ഉള്ളൂ. അതെ, നമ്മളൊരു തുറന്ന സ്ഥലത്താ നിക്കണത്. ഈ തറയുടെ മുകളില് 4 ചുവരുണ്ടായിക്കോട്ടെ. എന്റെ കഴുത്തില് ഒരു താലി ചരടും. എന്നിട്ട് വാ ഇറങ്ങ്. ഈ നശിച്ച മഞ്ചാടിക്കുന്നിന്റെ മണ്ടേന്ന് ഇതൊക്കെ വിറ്റുപെറുക്കി താഴേക്ക് ഇറങ്ങണം.
പരസേ ആ വാളിയാ, ഇത് അളിയന്റെയും കൂടി വീടാ. വാ. എന്തേ രണ്ട് മനുഷ്യന്മാരിവിടെ വന്ന് നിൽക്കണത് കണ്ടില്ലാന്നുണ്ടാ? കണ്ടു. ആ കാഴ്ച നല്ലോണം കണ്ണു നിറച്ച് കാണുമായിരുന്നു അമ്മ. ഓ, വല്ലവന്റെയും ജീപ്പ് ഓടിച്ച് അങ്ങാടി കഴിയുന്ന ഒരു മകന്റെ വരവിന് ഇത്രയും ഭംഗിയൊക്കെ കാണൂ. അവളെന്തേ രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളം കൊടുക്കാൻ പറഞ്ഞു? അവൾ ഉറങ്ങി. അവളങ്ങനെ ഉറങ്ങില്ലല്ലോ. ഓ, ഉറക്കി കാണും താരാട്ടൊക്കെ പാടി അമ്മ. എടി ഗൗരി, ഗൗരി. ഓ, വായിന്നെടുത്താന്ന് ഉണേ പറയൂ തള്ളയും മോളും. അനുസരണക്കേടിന് മുടി വളർന്നോളാം നീ. ഒരു ചവിട്ടിയാലുണ്ടല്ലോ. ആ തന്തിയില്ലാത്ത തെണ്ടി ഇന്നൂടെ വന്നു കാണൂലേ. എരന്നു തിന്നുന്നവനെ തുറന്നു തിന്നുന്നവനവൻ. അവന് തന്നെ കൂട്ടി കൊടുക്കണം മോളെ, അല്ലേ? ദേ, ഇവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാ. വണ്ടി ഓടിച്ച് അങ്ങാടിയിൽ അന്തസ്സായി ജീവിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഓണം കഴിഞ്ഞാൽ ഉടനെ ഇവരെ കല്യാണം നടത്തണം. അവളുടെ കല്യാണം നീയും ഇവനുമായിട്ട് അങ്ങ് തീരുമാനിച്ചാ പോരല്ലോ. കുഞ്ഞെ, വീട്ടിൽ കയറി വന്ന നിന്നോട് മര്യാദകേട് പറയാണെന്ന് വിചാരിക്കരുത്. ഇവരെ രണ്ടിനെയും പെറ്റ് വളർത്തിയത് ഞാനാണെങ്കിലും വേറൊരു തന്തയുടെ മോളാ അവള്. ഇന്ന് ഈ നേരം വരെ ആ കുട്ടിക്ക് ഒരു കരിവളയോ ഒരു കടലമുട്ടായോ ഇവന്റെ കൈകൊണ്ട് വാങ്ങി കൊടുത്തിട്ടില്ല. ഇവനൊരു ഏട്ടനാണെന്ന് എന്റെ മോക്കിട്ട് തോന്നിയിട്ടുമില്ല. കള്ളു കുടിക്കാൻ ഒരു കൂട്ടുകാരനെ കിട്ടാൻ വേണ്ടി പെങ്ങളെ കെട്ടിക്കാനായിട്ട് അവകാശവും ഇല്ല, അധികാരവും ഇല്ല. അതിന് ഞാനും അവളോട്ട് സമ്മതിക്കയില്ല. അശോക, നിന്നെ ഒരു ചുമടാക്കി വയറ്റി തന്നിട്ട് ഈ മഞ്ചാടിക്കുന്ന് ഇറങ്ങിപ്പോയതാ നിന്റെ തന്ത. അവിടെ നിന്ന് അങ്ങോട്ട് ദാ ഈ കൈ കൊണ്ട് കൊത്തിയും കളച്ചും വളർത്തിയതാ നിന്നെ ഞാൻ. പൂക്കൃത്തരും ആണസം കാട്ടലും ഒക്കെ അങ്ങ് അങ്ങാടിയില്. നല്ല തഴമ്പുള്ള കയ്യായത്. മിണ്ടരുത് ഇവിടുന്ന്. ഒരു പെങ്കൊച്ചുണ്ടാകത്ത്, അതിനെ ഒരു കരയ്ക്ക് എത്തിക്കും വരെ ഒണ്ണം മുട്ടി ഉറങ്ങില്ല ഈ മാധവി. വേണ്ടി വന്ന കൊടുവാളെടുക്കാനും ഞാൻ മടിക്കില്ല. ഞാൻ പോട്ടെ അശോക. പോടാ ഇവിടുന്ന്. നീ അങ്ങനെ പോകണ്ട. വേണ്ട, നീയും കൂടെ ചെല്ല്. ഓ, ആ തെണ്ടി കയറി വന്നിട്ട് എളുപ്പാ ഇന്ന് തള്ളയ്ക്ക് നോക്കും. അതേടാ, അവൻ ഒരുത്തൻ കയറി വരാനുണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെയാ ഞാനും എന്റെ മോളും കഴിയുന്നത്. അവൻ പോലീസുകാരോടോ കള്ളന്മാരോടോ ആരോടെ ഇരുന്നിട്ടായാലും ഇവിടെ എത്തിച്ചേരുന്ന ഉപ്പും മുളകും അരിയും വേവിച്ച നിനക്കും വിളമ്പി തരുന്നത്. ഉരുട്ടി വിഴുങ്ങ ഓയേ.